ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എയിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണാൻ ശ്രമിക്കുക. സോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോണോസാക്രൈഡ്സ്? ഓക്കെ, മോണോസാക്രൈഡ്സിന് നമ്മളിവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോണോസാക്രൈഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ദ യൂഷ്വലി കണ്ടെയ്ൻസ് എ 3 to 6 കാർബൺ ആറ്റം ചെയിൻ വിത്ത് ആൻ ആൽഡിഹൈഡ് ഓർ എ കീറ്റോൺ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇത് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ തന്നിരിക്കുന്നത്? കറക്റ്റ് ആണ് അല്ലേ? നമുക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പാണ്. ദേ ആർ ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോളർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലേ? നല്ല കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ദേ ഹാവ് ഹൈ സൊല്യൂബിലിറ്റി ഇൻ ദ നോൺ പോളാർ സോൾവെൻറ്റ്. സോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? അല്ല, ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോൺ പോളാർ സോൾവെൻസിലല്ല അവർ സൊല്യൂബിൾ ആവുള്ളത്, പോളാർ സോൾവെൻസിലേക്കാണ്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആണുള്ളത്. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ട് നമുക്ക് വരിക. 1 and 2 ഓൺലി എന്നുള്ളത് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കോവാലൻ ബോണ്ടിങ്? സോ കോവാലൻ ബോണ്ടിങ്, അയണിക് ബോണ്ടിങ് ഇതൊക്കെ നമുക്ക് പഠിച്ചായിരുന്നില്ലേ, ഹൈഡ്രജൻ ബോണ്ടിങ്. സോ അതിൻ്റെ ഫീച്ചർ, കോവാലൻ ബോണ്ടിങ്ങിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് NaCl ഫ്രം 1 atom ഓഫ് സോഡിയം ആൻഡ് 1 atom ഓഫ് ക്ലോറിൻ ഈസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, മോർ ദാൻ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് മേ ബി ഷെയർഡ് ബൈ ദ കൺസേൺഡ് ആറ്റം. ഇത് കോവാലൻ ബോണ്ടിൻ്റെ കറക്റ്റ് ഫീച്ചറാണ് അല്ലേ? നമുക്കറിയാം കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 atoms ആയിരിക്കും വരിക. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് പ്രൊഡ്യൂസ് അയോൺസ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അവിടെ അയൺസോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. ദ കമ്പൈനിങ് ആറ്റംസ് മേ ബിലോങ് ടു സെയിം എലമെൻറ്റ് ഓർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഓക്കെ, ചിലപ്പോൾ സെയിം എലമെൻറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും എന്നുള്ളത് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? സോ ഇവിടെ ഈ ഒരു കാര്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് കറക്റ്റാണോ? അല്ല, ഇത് നമുക്ക് NaClൻ്റെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇത് അയണിക് ബോണ്ടിങ് ആണ് അല്ലേ? ഇത് കോവാലൻ ബോണ്ടിങ് അല്ല വരുന്നത്, ഇറ്റ്സ് എൻ അയോണിക് ബോണ്ടിങ്. സോ ഇതിൽ ഓപ്ഷൻ 1 ആണ് ഫീച്ചർ അല്ലാത്തത്. അതായത് കോവാലൻ ബോണ്ടിങ്ങിൻ്റെ കറക്റ്റ് ഫീച്ചർ അല്ലാത്ത ഓപ്ഷൻ 1 ആണ്, അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് അബൌട്ട് ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്? ഓക്കെ, സോ എൻസൈമിൽ നമുക്ക് പഠിക്കാനുണ്ടായത് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് അല്ലേ? അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ കോ എൻസൈം ഓർ മെറ്റൽ അയോൺ ദാറ്റ് ഈസ് ടൈറ്റ്ലി ഓർ ഈവൻ കോവാൻലി ബോണ്ടഡ് ടു ദി എൻസൈം പ്രോട്ടീൻ. സോ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ബൈൻഡിങ് ഓഫ് ദി പ്രോസ്തറ്റിക് ഗ്രൂപ്പ് വിത്ത് ദി എൻസൈം ഈസ് ടെമ്പററി. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസ്തറ്റിക് ഗ്രൂപ്പ് നമുക്ക് അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടൈറ്റ്ലി ഒരു കോവാൻലി നമ്മൾ ഈ എൻസൈമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോഎൻസൈം ആണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കറക്റ്റ് ആണ് അല്ലേ? പക്ഷേ ഇത് ടൈറ്റ് ആയിട്ട് തന്നെ ബൈൻഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ടെമ്പററി അല്ല. ഓക്കെ, ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് പെർമനൻറ്റ് ബൈൻഡിങ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓൺലി 2 എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് റോങ് കറക്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, dash are the 4th generation cephalosporins used mainly in the serious infections including septicemia, respiratory tract infection and infection acquired from the hospitals. Okay, 4th generation cephalosporin എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെഫിപൈം, സെഫ്റ്റാസിഡിം, സെഫോടാക്സിം, സെഫാസോളിൻ. ഓക്കെ, സോ ഇതിൽ ഏതാണ് 4th ജനറേഷൻ വരുന്നത്? ഓപ്ഷൻ 1 അല്ലേ? സെഫിപൈം ആണ്. സെഫിപൈം, സെഫിപിരോം ഇതൊക്കെയാണ് നമുക്ക് 4th ജനറേഷൻ സെഫാലോസ്പോറിലേക്ക് നമുക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്കൽ antihistaminic agents which has leukotriene and platelet aggregating factor PAF അല്ലെ, platelet aggregating factor antagonistic activity. സോ ആൻറ്റിഹിസ്റ്റമിനിക് ആക്ഷൻ്റെ പുറമെ നമുക്ക് ല്യൂക്കോട്രൈൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റീവ് ഫാക്ടറിനെ ആൻറ്റഗോണൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയുള്ള ആൻറ്റിഹിസ്റ്റമിനിക് ഏജൻറ്റ് ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അസിലാസ്റ്റിൻ ഹൈഡ്രോക്ലോറൈഡ്,
എമിഡാസ്റ്റിൻ ഡൈഫ്യൂമറേറ്റ്, ലീവോകാർബസ്റ്റിൻ ഹൈഡ്രോക്ലോറൈഡ്, ഫിനിറാമിൻ മാലേറ്റ്. സോ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, അസിലാസ്റ്റിൻ ആണ്. അതിന് ഈ പറഞ്ഞ പോലെ ആൻറ്റിഹിസ്റ്റമിനിക് ആക്ഷനൊപ്പം തന്നെ ല്യൂക്കോട്രൈൻ PAF ആൻറ്റഗോണിസ്റ്റിക് ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Dash anatomy describes group of organs that function together for a single purpose. Cytology, surface, developmental and systemic. സോ നമുക്കറിയാം ഇതിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ്, അതായത് സ്റ്റഡി ഓഫ് ഓർഗൻ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്ന നമുക്ക് ഏതാ വരുന്നത്, ദാറ്റ് ഇസ് സിസ്റ്റമിക് അനാട്ടമിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്കെലിട്ടൺ ഇൻ ദ ഹ്യൂമൻ ബോഡി മേക്സ് അപ്പ് ഓൾമോസ്റ്റ് ഹൗ മച്ച് ഓഫ് എ ഹെൽത്തി ബോഡി വെയ്റ്റ്? 1/3, 1/4, 1/5 ആൻഡ് 2/4. ഓക്കെ, സോ സ്കെൽട്ടൽ സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 1/5 ആണ് വരിക. ദാറ്റ് ഇസ് 20% വെയിറ്റ് ആണ് സ്കെൽട്ടൽ സിസ്റ്റത്തിന് മൊത്തം ബോഡി വെയ്റ്റ് അപേക്ഷിച്ച് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which type of toxicology is concerned with gathering toxicological information from animal experimentation? So, regulatory toxicology, clinical toxicology, occupational toxicology, descriptive toxicology. സോ നമുക്കിവിടെ അനിമൽ എക്സ്പെരിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻഫർമേഷൻ, ടോക്സിക്കോളജിക്കൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോക്സിക്കോളജി നമ്മൾ എന്താ വിളിക്കുകയെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് ടോക്സിക്കോളജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ഓഫ് ദ സെയിൽസ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്? സോ സെയിൽസ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ താഴെ പറഞ്ഞതിൽ ഏത് ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ ഫേം, പേഴ്സണാലിറ്റി ഓഫ് സെയിൽസ് മാനേജർ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് only 2, only 1, neither one nor 2, both 1 and 2 അങ്ങനത്തെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? സോ സെയിൽസ് ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 2 ഫാക്ടറിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ പേഴ്സണാലിറ്റിയും ആ സെയിൽസിൻ്റെ ഒരു സ്ട്രക്ചർ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? സോ ഇതിൻ്റെ ഒരു ആൻസറായിട്ട് നമുക്ക് വരുന്നത് both 1 and 2 എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോസിറ്റീവ് മിച്ചേഴ്സ്? നമുക്ക് പോസിറ്റീവ് മിച്ചേഴ്സ്, ന്യൂട്രൽ മിച്ചേഴ്സ്, നെഗറ്റീവ് മിച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട് അല്ലേ? സോ അതിൽ പോസിറ്റീവ് മിച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ഫോംഡ് ഫ്രം മെറ്റീരിയൽസ് സച്ച് ആസ് ഗ്യാസസ് ഓർ മിസിബിൾ ലിക്വിഡ്സ്. ഇത് കറക്റ്റ് അല്ലേ? കാരണം പോസിറ്റീവ് മിച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് അത് ഈസി ആയിട്ട് ഫോം ചെയ്യും അല്ലേ? ഗ്യാസസ്, മിസിബിൾ ലിക്വിഡ്സ് പെട്ടെന്ന് അത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്താൽ പെട്ടെന്ന് ഫോം ചെയ്യും, പക്ഷേ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? സോ അതാണ് നമുക്ക് ഈ പറഞ്ഞ ഗ്യാസസ് ആൻഡ് മിസിബിൾ ലിക്വിഡ്സ് കറക്റ്റ് ആണ്. നോ ഇൻപുട്ട് ഓഫ് എനർജി ഈസ് നീഡഡ് ഇഫ് ദ ടൈം ഓഫ് മിക്സിംഗ് ഈസ് അൺലിമിറ്റഡ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കിവിടെ എനർജിയുടെ ആവശ്യമൊന്നുമില്ല പോസിറ്റീവ് മിച്ചർ ആണെങ്കിൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് എമൽഷൻസ്, ക്രീംസ് ആൻഡ് വിസ്കസ് വിസ്കസ് സസ്പെൻഷൻസ്. സോ ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം എമൽഷൻസ്, സസ്പെൻഷൻ, ക്രീം എന്നുള്ളതൊക്കെ എന്താണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് മിച്ചേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ അത് നമുക്ക് ഡിഫിക്കൽട്ടാണ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ക്രാക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അത് എന്താ പറയുക, റിവേഴ്സ് അതായത് നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റും. അതായത് സെപ്പറേറ്റ് ആയി പോകും പെട്ടെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് മിച്ചേഴ്സ്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ, ഇതിൻ്റെ 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? സോ ഇതിൻ്റെ ഓപ്ഷൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഏതാ 1 and 2 only എന്നുള്ളത് ഫസ്റ്റത്തെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, according to the Drug and Magic Remedies Act 1954, what are the penalties for whoever contravenes the provisions of this act? In case of first conviction, with imprisonment which may extend to 6 months or with fine or with both. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ? അതെ. ഇൻ കേസ് ഓഫ് സബ്സിക്വൻറ്റ് കൺവിക്ഷൻ വരുമ്പോൾ വിത്ത് ഇംപ്രസ്മെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years ഓർ ഫൈൻ ഓർ ബോത്ത്. സോ ഈ ഒരു ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസിൻ്റെ നമ്മുടെ അറിയാം, നമുക്ക് പെനാൽറ്റീസ് ഇത് മിക്ക ക്വസ്റ്റ്യൻസ് പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പെനാൽറ്റി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. സോ ഈ കേസിൽ നമുക്കറിയാം ഫസ്റ്റ് കൺവിക്ഷനിൽ 6 months പിന്നെ സബ്സിക്വൻറ്റ് കൺവിക്ഷനിൽ 1 year അല്ലേ? 1 year വിത്ത് ഓർ ഫൈൻ അല്ലേ? ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത് എന്നുള്ളതാണ് വരിക. സോ ഇവിടെ പക്ഷേ 2 year ആണ് തന്നിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ് അല്ലേ? സോ ഇതനുസരിച്ച് നമ്മൾ ഏതാണ് വരുന്നത്, only 1 മാത്രമല്ലേ റൈറ്റ് ആൻസർ വരുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ മോസ്റ്റ് എൻസൈംസ്? 47 degrees Celsius, 37, 67 degrees Celsius, 57 degrees Celsius. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് എത്രയാണ്? 37 degree Celsius ആണ്. Okay, which type of toxic agents are neither created nor destroyed by humans? Pesticides, solvents, heavy metals, furans. സോ ടോക്സിക് ഏജൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റാത്തതും ഏതാണ്? ഹെവി മെറ്റൽസ് അല്ലേ? അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് സാധിക്കില്ല. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ പാത്തോജനസിസ് ഫേസ്. സോ പ്രീ പാത്തോജനസിസ് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് നമ്മളൊരു നമുക്ക് നോക്കാം, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദിസ് ഫേസ് ബിഗിൻസ് വിത്ത് ദി എൻട്രി ഓഫ് ഡിസീസ് ഏജൻറ്റ് ഇൻ ദ ഹ്യൂമൻ ഹോസ്റ്റ്. ഹ്യൂമൻ ഹോസ്റ്റിലേക്ക് നമ്മുടെ ഒരു ഡിസീസ് കോസിങ് ഏജൻറ്റ്, ലൈക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് ഏജൻറ്റ് എൻട്രി ആകുമ്പോഴത്തേക്കും അത് പാത്തോജനസിസ് ഫേസ് ആയി മാറിക്കഴിഞ്ഞു, അല്ലേ? പാത്തോജനസിസ് ഫേസ് ആയി മാറിക്കഴിഞ്ഞു. പ്രീ പാത്തോജനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ മൊസ്കിറ്റോ ബൈറ്റ് ചെയ്തിട്ടാണ് ഒരു ഡിസീസ് ഉണ്ടാണ്, ഈ മൊസ്കിറ്റോ നമ്മൾ ബൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് പാത്തോജനസിസ് ഫേസസ് ആയി. മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഫേസില്ലേ, അതിനെ നമ്മൾ പ്രീ പാത്തോജനസിസ് ഫേസ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് പാത്തോജനസ് ഫേസ് ആണ് ആദ്യത്തെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫേവർ ഏജൻറ്റ് ഇൻട്രാക്ഷൻസ് വിത്ത് ദി ഹ്യൂമൻ ഹോസ്റ്റ് എക്സിസ്റ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ മോസ്കിറ്റോസ് ഒക്കെ ഒത്തിരി ഉള്ള പ്ലേസസിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫാക്ടർ, അതായത് ഒത്തിരി മോസ്കിറ്റോസ് നമ്പർ ഉള്ളത് അതൊരു എന്താ ഫേവർ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷന് ഫേവർ ചെയ്യും. സോ ദാറ്റ് ഈസ് പ്രീ പാത്തോജനസിസ് ഫേസ് ആണ്, അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കറക്റ്റാണ്. പ്രീ പാത്തോജനസിസ് ഫേസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സമയത്ത് നമ്മൾ മൊസ്കിറ്റോ കടിച്ചിട്ടില്ല, മൊസ്കിറ്റോ ബൈറ്റ് ചെയ്തിട്ടില്ല, അതിന് മുന്നേ ഉള്ള ഫേസാണ്. ആ ഒരു കൂടുതൽ മൊസ്കിറ്റോ ഉള്ളത് ആ ഒരു ഇൻട്രാക്ഷനെ ഫേവർ ചെയ്യുന്നു. ഓക്കെ, തേർഡ് വൺ, ദ ക്ലിനിക്കൽ സയൻസ് സിംറ്റംസ് ഓഫ് ദ ഡിസീസ് ആർ ആബ്സെൻറ്റ്. സോ ഇവിടെ ക്ലിനിക്കൽ സയൻസ് ആൻഡ് സിംറ്റംസ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്ലിനിക്കൽ സയൻസ് അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് മൊസ്കിറ്റോ കടിച്ചിട്ടില്ല എന്നുള്ളതല്ലല്ലോ. സോ അവിടെ മൊസ്കിറ്റോ ബൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലിനിക്കൽ സയൻസ് സിംറ്റംസ് അവിടെ അത് ഉണ്ടായിട്ടില്ല. സോ ദാറ്റ് ഈസ് പാത്തോജനസിസ് ഫേസിൽ ഉൾപ്പെടും. ഓക്കെ, സയൻസ് സിംറ്റംസ് ഒക്കെ പറയുമ്പോഴത്തേക്കും. ഓക്കെ, അതിന് മുന്നേ ഉള്ള ഫേസിൻ്റെ കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? only 2 എന്നുള്ള ഓപ്ഷനാണ് വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ 2, only 2. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് റിഗാർഡിംഗ് ദ പ്രൊഡക്റ്റ് സിറ്റുവേഷൻ ദ പേഴ്സണൽ സെല്ലിംഗ് ബിക്കം മോർ എഫക്റ്റീവ് ആൻഡ് എക്കണോമിക്കൽ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്, നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല എയിംസിൻ്റെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതൊക്കെ IQ ലെവൽ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഇവ, നമുക്ക് നമ്മുടെ IQ അനുസരിച്ചാണ് വരുന്നത്. അതായത് നമുക്കതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ആൻസർ ചെയ്യേണ്ടത്. ഇത് നമുക്ക് പഠിച്ചിട്ട് കിട്ടേണ്ട ഒരു സ്കോർ അല്ല ഇതിൻ്റേത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരുന്ന പേഴ്സണൽ സെല്ലിങ് ഏറ്റവും എഫക്റ്റീവായിട്ടും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ സിറ്റുവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വെൻ എ പ്രൊഡക്റ്റ് ഈസ് ഇൻ ദ മച്യൂരിറ്റി സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ആൻഡ് റിക്വയർസ് ക്രിയേഷൻ ഓഫ് കോർ ഡിമാൻഡ്. അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് എവിടെയാണ്? മച്യൂരിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ആൻഡ് റിക്വയർ ക്രിയേഷൻ ഓഫ് കോർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലാണ് സപ്പോസ് ചെയ്യുക. ഒരു ഹോട്ടലിൽ നമുക്ക് റൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുകയാണ്, റൈസ് വേണം, അല്ലേ? ആ സമയത്ത് റൈസ് ബോയിൽ ചെയ്താൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഹോട്ടലിൽ നമുക്ക് അവിടെ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് കാര്യമുണ്ടോ? കാരണം റൈസ് ഓൾറെഡി ഉണ്ടായിട്ടില്ല. ഓക്കെ, ബോയിൽ ചെയ്യുന്നേ ഉള്ളത്. അപ്പോൾ നമുക്ക് സെല്ലിങ്ങിന് പറ്റില്ലല്ലോ. സോ അതുപോലെ ആ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടേ ഇല്ല, അതിൻ്റെ മച്യൂരിറ്റി സ്റ്റേറ്റ് ഓഫ് ലൈഫ് സൈക്കിൾ എത്തിയിട്ടുള്ളൂ. ആ പ്രൊഡക്റ്റിൻ്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ആ ഒരു കേസിൽ നമുക്ക് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ എഫക്റ്റീവ് ആണോ? അല്ല, അല്ലേ? സോ ഈ ഒരു കേസിൽ എന്താണ് പേഴ്സണലിങ് നമുക്ക് അത് എഫക്റ്റീവ് അല്ല. ഓക്കെ, വെൻ പ്രൊഡക്റ്റ് റിക്വയർസ് ഡെമോൺസ്ട്രേഷൻ, ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി വരുന്ന പ്രൊഡക്റ്റാണ് പേഴ്സണൽ സെല്ലിങ് ബിക്കം മോർ എഫക്റ്റീവ്, അല്ലേ? അതുപോലെ വെൻ പ്രൊഡക്റ്റ് ഹാസ് നോ ബ്രാൻഡ് ലോയാലിറ്റി ആൻഡ് ഓർ വെരി പുവർ ബ്രാൻഡ് ലോയാലിറ്റി. അതായത് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്, പക്ഷേ അതിൻ്റെ ബ്രാൻഡ് ഫേമസ് ബ്രാൻഡ് അല്ല, നല്ല പ്രൊഡക്റ്റാണ്, പക്ഷേ ആ ബ്രാൻഡിന് അത്ര ഫെയിം ഇല്ല. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് പേഴ്സണലി ബിക്കം മോർ എഫക്റ്റീവ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? 2 and 3. ഓക്കെ, ആ ഒരു കേസിൽ മാത്രമാണ് പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിക്കം മോർ എഫക്റ്റീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിനിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോൾ അണ്ടർ ദി കാറ്റഗറി ഓഫ് ആൻറ്റി മെറ്റബോളൈസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ആൻറ്റി മെറ്റബോളൈസിൽ വരാത്ത ഏത് കാറ്റഗറിയാണ്? പ്യൂരിൻ അനലോഗ്, ഫോളിക് ആസിഡ് അനലോഗ്സ്, അസിറിഡിൻ, പിരമിഡിൻ അനലോഗ്സ്. സോ ഇതിന് ആൻസർ അതാണ്, അസിറിഡിൻ ആണ്. അസിറിഡിൻ ഏതാണ്? ആൽക്കലൈറ്റിംഗ് ഏജൻസിൽ വരുന്നല്ലേ അസിറിഡിൻ വരുന്നത്. സോ ബാക്കി 3 എന്താണ്? ആൻറ്റി മെറ്റബോളൈസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വന്നിരിക്കുന്നതാണ്. Next question. Which of the following option is correct regarding the function of vitamin K? It help in forming different type of cells for different tissues and turnover. It is required for the synthesis of various protein needed for the process of blood clotting. The right statement ആണ് അല്ലേ? It plays an inactive role in calcium metabolism. It is a natural antioxidant. So ഇതിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. വൈറ്റമിൻ കെയുടെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
What is the function of insulin hormone found in pancreas? Decrease blood glucose, alter protein and lipid metabolism, inhibit acid secretion in the stomach, aids in the secretion of HCl by the stomach, increase blood glucose by increasing glycogenolysis. സോ ഇൻസുലിൻ്റെ ആക്ഷൻ ഏതാണ് വരുന്നത്? ഡിക്രീസ് ചെയ്യും ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലേ, ഇൻക്രീസ് ചെയ്യുന്ന ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ദ ലീഗൽ ആസ്പെക്ട് ഓഫ് എ ഡ്രഗ് സ്റ്റോർ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ റേഞ്ച് റിക്വയർഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, വൈറ്റമിൻ, vaccine, sera, enzymatic preparation? 12 to 15 degrees Celsius, 2 to 8 degrees Celsius, 9 to 10 degrees Celsius, 20 to 30 degrees Celsius, 20 to 30 degrees Celsius. ഓക്കെ, സോ നമുക്കറിയാം ഇത് ഏതാണ് ആൻറ്റിബയോട്ടിക്സും വൈറ്റമിൻസും ഒക്കെ നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് സ്റ്റോക്ക് ചെയ്യേണ്ടത്? 2 to 8 degree Celsius. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് അബൌട്ട് ദ ഫങ്ഷണാലിറ്റി ഓഫ് ലാക്സേറ്റീവ്സ്? ബൾക്കി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത് കേട്ടോ. ബൾക്കിംഗ് ഏജൻസ് മേക്ക് ദ സ്റ്റൂൾ ബിഗർ വിച്ച് ഗീവ്സ് ദ ചൈൽഡ് ദ അർജ് ടു ഹാവ് ദ ബവൽ മൊമെൻറ്റ്. ശരിയല്ലേ? ബൾക്കി ഏജൻസ് എന്ത് സ്റ്റൂള് ബൾക്ക് കൂട്ടുക, ബിഗർ ആക്കിയിട്ട് ബൗൽ മൊമെൻറ്റ് കൂട്ടുകയാണ് അല്ലേ. ഓസ്മോട്ടിക് ലാക്സേറ്റീവ് സോഫ്റ്റൻ ദ സ്റ്റൂൾ ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദ ചൈൽഡ് ടു പുഷ് ഔട്ട്. സോ ഓസ്മോട്ടിക് ലാക്സേറ്റീവ് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ആണ് വരുന്നത് അല്ലേ. ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് ശരിക്കും എന്താ ചെയ്യുന്നത്? ഓസ്മോസിസ് എന്നുള്ള പ്രോസസ്സ് വഴി, അതായത് വാട്ടർ ഡ്രോ ചെയ്തിട്ടാണ് ഓസ്മോസിസ് വഴിയാണ് ചെയ്യുന്നത്. സോ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 2 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ 20 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് വെച്ച് എയിംസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.